ഇന്ന് നാം അഭിവന്യ ഗീവർഗീസ് മാർ ദിവന്യാസ്യോസ് പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുന്നു. ധ്യാനത്തിനും വിചിന്തനത്തിനുമായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. യജമാനൻ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകാൻ നിയോഗിച്ചിരിക്കുന്ന ഭൃത്യൻ ആരാണെന്നാണ് ഇവിടെ പറയുന്നത്. യജമാനൻ്റെ അഭാവത്തിൽ 2 തരത്തിലുള്ള മനോഭാവങ്ങൾ ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. ഒന്ന്, വിശ്വസ്തയോടെ വിവേകപൂർവം യജമാനൻ്റെ ഇഷ്ടം നിറവേറ്റി ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകി സംരക്ഷിക്കാം. 2, സഹഭൃത്യരോട് കലഹിച്ച് തൻ്റെ കടമ നിർവഹിക്കാതെ സ്വാർത്ഥനായി കഴിയാം. എന്നാൽ യജമാനൻ്റെ ആഗമനം ഏത് സമയത്തും ആകാമെന്നതിനാൽ കരുതലോടെ ആയിരിക്കേണ്ടവനാണ് യജമാനൻ നിയോഗിച്ച ഭൃത്യൻ. അപ്രകാരം കാണപ്പെടുന്ന ഭൃത്യൻ സമ്മാനിതനാകും. എന്നാൽ അവിവേകിയായി അവിശ്വസ്തനായി കാണപ്പെടുന്നവൻ ശിക്ഷയ്ക്ക് അർഹനാകുമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നത് കൃപയിൽ, നന്മയിൽ, വിവേകിയായി വിശ്വസ്തയോടെ നമ്മുടെ വിളിക്കനുസരിച്ച് ജീവിച്ച് നിത്യജീവന് അവകാശികളാകാനാണ്. അതിനായി സദാ ഉണർവുള്ളവരായി വിവേകപൂർവ്വം ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. ആ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം.